എല്ലാവർക്കും നമസ്കാരം. സാപ്പിയൻസ് PSCയുടെ പുതിയൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കറണ്ട് അഫയേഴ്സിന്റെ വിഭാഗത്തിൽ നിന്ന് വളരെയധികം പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക്കുകളെയാണ് പഠിച്ചു തുടങ്ങുന്നത്. വളരെയധികം പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലായിരിക്കും കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളെ എപ്പോഴും കാണുന്നത്. ഒന്ന് ടോപ്പിക് അടിസ്ഥാനത്തിലും, രണ്ട് മന്ത്ലിയും. ജനുവരി ഫെബ്രുവരി എന്നൊക്കെ പറഞ്ഞ് 2026 തൊട്ട് പഠിച്ചു തുടങ്ങണം. അതിൻ്റെ കൂടെ തന്നെ ടോപ്പിക്കായും പഠിച്ചു പോകുന്ന ഒരു ഉദ്യോഗാർത്ഥിക്കായിരിക്കും കറണ്ട് അഫയേഴ്സിൽ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായി സാധിക്കുക. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, ടോപ്പിക്കായി പഠിച്ചു പോകുന്നതിൻ്റെ ഒരു ഗുണവും കിട്ടും. മന്ത്ലിക്ക് അടിച്ചു പോകുമ്പോൾ നമുക്ക് ഓരോ പോയിന്റായി ചെതറിക്കിടക്കുന്നതിനെ ഒരുമിച്ച് പഠിക്കാനും പറ്റും. അപ്പം ഈ ഒരു ക്ലാസ് കൊണ്ട് നമ്മൾ തുടക്കം കുറിക്കുന്നത് മന്ത്ലി കറണ്ട് അഫയേഴ്സ് അല്ല, ടോപ്പിക് വൈസ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സുമാണ്. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും, ഒരു 10 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് ആദ്യം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഒന്നാമതായി നമ്മൾ പഠിക്കുന്നത് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 തന്നെയാണ്. ഇനി വരാൻ പോകുന്ന പരീക്ഷകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആയിരിക്കും കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഈ കഴിഞ്ഞ 10th ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് പോലും ഒരു മാർക്കിന് അവിടെ നിന്ന് വന്നിരുന്നു. ഇനി മുന്നോട്ടുള്ള പരീക്ഷകളിലും അതുപോലെയുള്ള മാർക്കുകൾ വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അടുത്തത് ബുക്കർ പുരസ്കാരം, സ്ഥിരം ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കാണുന്നതാണ്. ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം, നോബൽ പുരസ്കാരം, പത്മ പുരസ്കാരം, എഴുത്തച്ഛൻ വയലാറ് വള്ളത്തോള് ഓടക്കുഴൽ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം. ഇതെല്ലാം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങളാണ്. ഇവയാണ് ഞാൻ ടോപ്പിക്കായി ഉൾപ്പെടുത്തുന്നത്. ഇതുപോലെയുള്ള ടോപ്പിക്ക് ഈ 10 ഉള്ളോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല, 10ൽ കൂടുതൽ ടോപ്പിക്കുകൾ ഉണ്ട്. ആദ്യ ഒരു ഘട്ടം എന്ന നിലയ്ക്ക് ഈ 10 ടോപ്പിക്കുകൾ കവർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ കൂടെ എനിക്ക് മന്ത്ലി കറണ്ട് അഫയേഴ്സ് കൂടി സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമന്റ് സെക്ഷനിലൂടെ ഒന്ന് അറിയിക്കണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ടോപ്പിക് വൈസ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിൽ ആദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരംഭിക്കാം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ 10th ലെവൽ പ്രിലിംസിന് ചോദിച്ച ചോദ്യം കൊണ്ട് തന്നെ നമ്മൾ ആരംഭിക്കുകയാണ്. എന്നായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്? 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് 2026 ഏപ്രിൽ 9, 1 മാർക്ക്. 2026 ഏപ്രിൽ 9 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ഇനി അടുത്ത ചോദ്യം ഇങ്ങനെ നമുക്ക് ചോദിക്കാം, എന്നാണ് റിസൾട്ട് വന്നത്? റിസൾട്ട് വന്നത് മെയ് 4 2026 മെയ് 4 റിസൾട്ട് വന്നത്. റിസൾട്ട് വന്നു, സത്യപ്രതിജ്ഞ കഴിഞ്ഞു. എന്നായിരുന്നു സത്യപ്രതിജ്ഞ? മെയ് 18, 2026 മെയ് 18. ഡേറ്റ് 3 കിട്ടിയല്ലോ. 2026 ഏപ്രിൽ 9 തെരഞ്ഞെടുപ്പ്, 2026 മെയ് 4 റിസൾട്ട് വരുന്നു, 2026 മെയ് 18 സത്യപ്രതിജ്ഞ. 21 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. അടുത്തത്, എത്ര നിയമസഭാ മണ്ഡലം? 140 നിയമസഭാ മണ്ഡലമാണ് ആകെയുള്ളത്. ഈ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ പട്ടികജാതി സംവരണ മണ്ഡലമുണ്ട്, പട്ടികവർഗ സംവരണ മണ്ഡലമുണ്ട്. പട്ടികജാതി സംവരണ മണ്ഡലങ്ങളുടെ എണ്ണം 14, പട്ടികജാതി സംവരണ മണ്ഡലങ്ങളുടെ എണ്ണം 14, പട്ടികവർഗ സംവരണ മണ്ഡലങ്ങളുടെ എണ്ണം 2, പട്ടികജാതി സംവരണ മണ്ഡലങ്ങളുടെ എണ്ണം 14, പട്ടികവർഗ സംവരണ മണ്ഡലങ്ങളുടെ എണ്ണം 2. ഈ 2 ഒന്ന് ഓർത്തു വെച്ചോ. സുൽത്താൻ ബത്തേരിയാണ് ഒരെണ്ണം, സുൽത്താൻ ബത്തേരി, അതുപോലെ തന്നെ മാനന്തവാടി. സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയുമാണ് പട്ടികവർഗ സംവരണ മണ്ഡലങ്ങളായി പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണ്. ഇനി വളരെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഓർത്തു വെച്ചോണം. ഓരോ ഉദ്യോഗാർത്ഥിയും നിങ്ങൾ കൃത്യമായി പഠിച്ചു വെച്ചോ. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനം എത്ര? 79.63% പോളിംഗ് നിരക്കായിരുന്നു ഉണ്ടായിരുന്നത്. 79.63% പോളിംഗ് നിരക്ക് ഉണ്ടായിരുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നിരക്കുണ്ടായിരുന്ന ജില്ല കോഴിക്കോടാണ്. ഏറ്റവും കൂടുതൽ പോളിംഗ് നിരക്കുണ്ടായിരുന്ന ജില്ല കോഴിക്കോടാണ്. ഏറ്റവും കുറവ് പോളിംഗ് നിരക്കുണ്ടായിരുന്ന ജില്ല പത്തനംതിട്ടയാണ്. ഏറ്റവും കുറവ് പോളിംഗ് നിരക്കുണ്ടായിരുന്നത് പത്തനംതിട്ടയാണ്. ഏറ്റവും കൂടുതൽ പോളിംഗ് നിരക്കുണ്ടായിരുന്നത് കോഴിക്കോടാണ്. ഇനി മണ്ഡലത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണ്. ഏറ്റവും കൂടുതൽ പോളിംഗ് നിരക്കുണ്ടായിരുന്ന മണ്ഡലം കുന്നമംഗലമാണ്. ഏറ്റവും കൂടുതൽ പോളിംഗ് നിരക്കുണ്ടായിരുന്ന മണ്ഡലം കുന്നമംഗലം, കോഴിക്കോടാണ്. ഏറ്റവും കുറവ് പോളിംഗ് നിരക്കുണ്ടായിരുന്ന മണ്ഡലം റാന്നിയാണ്, പത്തനംതിട്ടയിലാണ്. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ പോളിംഗ് നിരക്കുണ്ടായിരുന്ന മണ്ഡലം കുന്നമംഗലം, കോഴിക്കോട്. ഏറ്റവും കുറവ് പോളിംഗ് നിരക്കുണ്ടായിരുന്ന മണ്ഡലം റാന്നി, പത്തനംതിട്ട ജില്ലയിലാണ്. സെറ്റാണ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എന്താ? 17ാമത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് നടന്നത്. 16 അല്ല, 17ാമത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് നടന്നത്. 16ാം നിയമസഭയാണ് രൂപീകരിച്ചത്.
കാരണം 1965 നടന്ന ഒരു തിരഞ്ഞെടുപ്പ് ഭൂരിപക്ഷം ഇല്ലായ്മയെ തുടർന്ന് ആ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയിരുന്നു. അപ്പോ 17 തെരഞ്ഞെടുപ്പ് നടന്നു, 16 നിയമസഭയാണ് രൂപീകരിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഒരു വ്യത്യാസവും കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കും. നമുക്ക് നേരെ എന്ത് ചെയ്യാം, അടുത്ത പോയിന്റിലേക്ക് പോകാം. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് 140 പേരിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് മലപ്പുറം മണ്ഡലത്തിൽ നിന്ന് PK കുഞ്ഞാലിക്കുട്ടിയാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത്. അപ്പൊ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് ആരാണ്? PK കുഞ്ഞാലിക്കുട്ടി. മണ്ഡലം മലപ്പുറമാണ്. 85,327 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയിച്ചത്. 85,327 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ PK കുഞ്ഞാലിക്കുട്ടിയാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് എന്നുള്ള കാര്യം നിങ്ങൾ അവിടെ ഓർത്തു വെച്ചോണം. അദ്ദേഹത്തിന്റെ മണ്ഡലം മലപ്പുറമാണ്. ഏറ്റവും കുറവ് ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് ആരാണ്? ഏറ്റവും കുറവ് ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് ആരാണെന്ന് അറിയാമോ? സി രവീന്ദ്രനാഥ് ആണ്. സി രവീന്ദ്രനാഥ്. സി രവീന്ദ്രനാഥിന്റെ മണ്ഡലം മണലൂരാണ്. 126 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയിച്ചത്. ഓക്കെ, അപ്പം സി രവീന്ദ്രനാഥായി, അതുപോലെ ആരായി? PK കുഞ്ഞാലിക്കുട്ടിയായി. ഇനി അടുത്തത്, ഈ 140 പേരിൽ എത്ര വനിതകൾ ഉണ്ടായിരുന്നു? 11 വനിതകൾ ഉണ്ടായിരുന്നു. 11 വനിതകളായിരുന്നു ഉണ്ടായിരുന്നത്. ശ്രദ്ധിക്കൂ, 11 വനിതകൾ. മന്ത്രിമാരുടെ എണ്ണമല്ല പറഞ്ഞത്, MLA-മാരുടെ എണ്ണമാണ് പറഞ്ഞത്. അടുത്തത് സീറ്റ് നിലയിലേക്ക് വരികയാണ്. 102, 35, 3 ഇങ്ങനെയായിരുന്നു സീറ്റ് നില. UDF-ന് കിട്ടിയ സീറ്റ് എന്ന് പറയുന്നത് 102, LDF-ന് കിട്ടിയ സീറ്റ് എന്ന് പറയുന്നത് 35, NDA-ക്ക് കിട്ടിയ സീറ്റ് എന്ന് പറയുന്നത് 3 ആണ്. 3 കിട്ടിയല്ലോ. NDA-ക്ക് കിട്ടിയ സീറ്റ് എത്രയാണ്? 3 ആണ്. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടി? 140 എന്നവിടെ കിട്ടി. അപ്പൊ സീറ്റ് നില ക്ലിയർ ആണ്, വ്യക്തമായ ഭൂരിപക്ഷം വ്യക്തമാണ്, വനിതകൾ ക്ലിയർ ആണ്. അടുത്തത്, ചീഫ് വിപ്പ് ആര്? ചീഫ് വിപ്പ് ആര്? പഠിച്ചോണം. അപ്പു ജോൺ ജോസഫ് ആണ് ചീഫ് വിപ്പ്. ചീഫ് വിപ്പിന്റെ പേരെന്താണ്? അപ്പു ജോൺ ജോസഫ് ആണ് ചീഫ് വിപ്പ്. ചീഫ് വിപ്പ് അപ്പു ജോൺ ജോസഫ് ആണ്. അദ്ദേഹത്തിന്റെ മണ്ഡലം തൊടുപുഴയാണ്. അടുത്തത്, പ്രോടൈം സ്പീക്കർ ആര്? പ്രോടൈം സ്പീക്കറുടെ പേര് ജി സുധാകരൻ. പ്രോടൈം സ്പീക്കർ ആരാണ്? ജി സുധാകരനാണ് പ്രോടൈം സ്പീക്കർ. അദ്ദേഹത്തിന്റെ മണ്ഡലം അമ്പലപ്പുഴയാണ്. അടുത്തത്, സ്പീക്കർ ആര്? സ്പീക്കറാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സ്പീക്കറാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കോട്ടയമാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം. അടുത്തത്, ഡെപ്യൂട്ടി സ്പീക്കർ ആര്? ഡെപ്യൂട്ടി സ്പീക്കർ ആണ് ഷാനിമോൾ ഉസ്മാൻ. ഷാനിമോൾ ഉസ്മാൻ ആണ് ഡെപ്യൂട്ടി സ്പീക്കർ. വനിതയാണ്. ഡെപ്യൂട്ടി സ്പീക്കർ ആവുന്ന 4ാമത്തെ വനിതയാണ് ഷാനിമോൾ ഉസ്മാൻ. അരൂരാണ് ഷാനിമോൾ ഉസ്മാന്റെ മണ്ഡലം. ഓക്കെ ആണല്ലോ. അപ്പൊ ചീഫ് വിപ്പിനെ കിട്ടി, പ്രോടൈം സ്പീക്കറിനെ കിട്ടി, സ്പീക്കറിനെ കിട്ടി, ഡെപ്യൂട്ടി സ്പീക്കറിനെ കിട്ടി. അടുത്തത്, പ്രതിപക്ഷ നേതാവ്. ഇപ്പം നിലവിൽ പിണറായി വിജയനാണ് പ്രതിപക്ഷ നേതാവ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത പോയിന്റിലേക്ക് പോകാം. അടുത്തത്, നമുക്ക് മൊത്തം 21 മന്ത്രിമാരാണ് ഉള്ളത്. അപ്പൊ ആ 21 മന്ത്രിമാരെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കി പോകാം. മൊത്തം 21 മന്ത്രിമാരാണ് ഉള്ളത്. 21 മന്ത്രിമാരെന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തു വെച്ചോണം, 21 മന്ത്രിമാർ എന്ന് പറയുമ്പോൾ മൊത്തം നിയമസഭാ സാമാജികരുടെ 140-ന്റെ എത്ര ശതമാനമാണ് 21 എന്ന് പറയുന്നത്? 15%. മൊത്തം നിയമസഭാ സാമാജികരുടെ 15% മന്ത്രിമാരായിട്ട് പറ്റുന്നത്. അങ്ങനെ മൊത്തം നമുക്ക് എത്ര മന്ത്രിമാരുണ്ട്? 21 മന്ത്രിമാരാണുള്ളത്. ആ 21 മന്ത്രിമാരുടെ മണ്ഡലം, അവരുടെ വകുപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിനി പറഞ്ഞു പോകാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ മന്ത്രിമാരെയും കൃത്യമായി പഠിച്ച് മുന്നോട്ട് പോവാം. അപ്പൊ നമുക്ക് ഓരോ മന്ത്രിമാരെ നോക്കാം. ഒന്നാമത്തെ ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ, അല്ലെ? ഇപ്പൊ VD സതീശൻ പറവൂരാണ് ഇദ്ദേഹത്തിന്റെ മണ്ഡലം. 1996-ലാണ് ഇദ്ദേഹം ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിക്കുന്നത്, പരാജയപ്പെട്ടു. പിന്നീട് തുടർച്ചയായി 6 തവണ നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്തു. അങ്ങനെ ആദ്യമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി VD സതീശൻ. ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ഫിനാൻസ്. അപ്പൊ ഇത് കുറേ ഇങ്ങനെ എഴുതിയിട്ടിട്ടുണ്ട്, നിങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാ, ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ. ഫിനാൻസ്, ധനകാര്യം. പിന്നെ ലോട്ടറി, ധനകാര്യം ആകുമ്പോൾ ലോട്ടറി നിങ്ങൾക്ക് എന്താവും, കിട്ടിക്കോളും. പിന്നെ ഏതാ,
പോർട്ട് തുറമുഖം, ധനകാര്യം തുറമുഖം. ലോ നിയമം, നിയമം. പിന്നെ ഏതാ? ജനറൽ അഡ്മിനിസ്ട്രേഷൻ, പൊതുഭരണം, പൊതുഭരണം. പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി, ശാസ്ത്രവും സാങ്കേതികവും. അപ്പൊ ഇത്രയും ടോപ്പിക്കാണ് ഇദ്ദേഹം പ്രധാനപ്പെട്ടത്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് കിട്ടും. ഇതെല്ലാം ആര് കൈകാര്യം ചെയ്യുന്ന? VD സതീശനാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഓർത്തിരിക്കാം, ധനകാര്യം, തുറമുഖം, നിയമം, പൊതുഭരണം, സയൻസ് ആൻഡ് ടെക്നോളജി. അപ്പോൾ VD സതീശന്റെ കയ്യിൽ ഇപ്പൊ എന്തൊക്കെയുണ്ട്? ഭരണമുണ്ട്, കാശുണ്ട്, അല്ലേ? അപ്പൊ ധനകാര്യവും പൊതുഭരണവും ആരുടെ കയ്യിലായി? VD സതീശന്റെ കയ്യിലായി, അല്ലേ? പിന്നെന്താണ്? നിയമവും അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെയല്ലേ ഇപ്പം, അല്ലേ? ധനകാര്യം, പണമുണ്ട്, ഭരണമുണ്ട്, നിയമമുണ്ട്, അല്ലേ? പിന്നെ തുറമുഖവും സയൻസ് ആൻഡ് ടെക്നോളജി ഓർത്തു വെച്ചു കേട്ടോ. ആരുടെ? VD സതീശൻ. VD സതീശൻ മുഴുവൻ VD സതീശന്റെ വകുപ്പുകളാണ് ധനകാര്യം, പൊതുഭരണം, ധനകാര്യം, പൊതുഭരണം, പിന്നെ നിയമം, തുറമുഖം, സയൻസ് ആൻഡ് ടെക്നോളജി. സിമ്പിളാണ്. ധനകാര്യം, പൊതുഭരണം, ധനകാര്യം, പൊതുഭരണം, പിന്നെ നിയമം. ധനകാര്യം, പൊതുഭരണം, നിയമം, പിന്നെ തുറമുഖം, സയൻസ് ആൻഡ് ടെക്നോളജി. കിട്ടിയോ? ധനകാര്യം, നിയമം, പൊതുഭരണം, തുറമുഖം, സയൻസ് ആൻഡ് ടെക്നോളജി. ഇത്രയും ആരുടെ കയ്യിലാണ്? VD സതീശന്റെ കയ്യിലാണുള്ളത്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ആളിലേക്ക് പോവാം. അടുത്തത് ശ്രീ രമേശ് ചെന്നിത്തലയാണ്. ഇപ്പം ഹരിപ്പാടാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം. ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് മിനിസ്ട്രി ഓഫ് ഹോം, വിജിലൻസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, പ്രിസൺസ് ആൻഡ് കയർ. അതായത് ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? ആഭ്യന്തര വകുപ്പ്. അപ്പൊ ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് ആഭ്യന്തരം. പിന്നെ ഏതാ? വിജിലൻസ്, വിജിലൻസ്. ആഭ്യന്തരം, വിജിലൻസ്. പിന്നെ ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് അപ്പൊ ഹോം അഫയേഴ്സ് ആയി, പിന്നെ വിജിലൻസ് ആയി. പിന്നെ എന്താ? പ്രിസൺ എന്ന് പറഞ്ഞാൽ ജയിൽ വകുപ്പ്. ഇത് മൂന്നെണ്ണം ഒരുമിച്ച് ഓർക്കാം. ആഭ്യന്തരവും വിജിലൻസും ജയിലും ഒരുമിച്ച് ഓർക്കാമല്ലോ. ആഭ്യന്തരം, വിജിലൻസ്, ജയില്. പിന്നെ ഏതാ? രണ്ടെണ്ണം. പിന്നെ രണ്ടെണ്ണം ഉള്ളത് കയറും, പിന്നെ ഏതാ? ഫയർ ആൻഡ് റെസ്ക്യൂ. കേട്ടോ, കയറും, ഫയർ ആൻഡ് റെസ്ക്യൂ. ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ എപ്പോഴും കയറ് കാണും കേട്ടോ. ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ എപ്പോഴും എന്ത് കാണും? കയറ് കാണും. ആഴത്തിലേക്ക് ഇറങ്ങുന്നതിനും കയറുന്നതിനും കിണറ്റിപ്പോയി കോഴിയെ പൊക്കിക്കൊണ്ട് വരുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഫയർ ആൻഡ് റെസ്ക്യൂ ഉണ്ട്, കയറും ഉണ്ട്. ആഭ്യന്തരം, വിജിലൻസ്, ജയില്. ശ്രീ രമേശ് ചെന്നിത്തല. നെക്സ്റ്റ് ശ്രീ സണ്ണി ജോസഫ്. ശ്രീ സണ്ണി ജോസഫ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ഇലക്ട്രിസിറ്റി, എൻവയോൺമെന്റ്, പാർലമെന്ററി അഫയേഴ്സ്, പിന്നെ ഏതാ? അനേർട്ട്. കേട്ടോ. അപ്പം സണ്ണി ജോസഫ് എന്നല്ലേ പറയുന്നത്? സണ്ണി ഈ അതിനകത്ത് തന്നെ കിട്ടും. ഈ സണ്ണി എന്ന് പറയുമ്പോൾ അവിടെ ഇലക്ട്രിസിറ്റി, എൻവയോൺമെന്റ് രണ്ടെണ്ണം കിട്ടും. ഇലക്ട്രിസിറ്റി, എൻവയോൺമെന്റ്, പിന്നെ പാർലമെന്ററി അഫയേഴ്സും. അനേർട്ട് എന്ന് പറയുന്നത് നിലവിൽ വരുന്നത് 1986 അനേർട്ട് നിലവിൽ വരുന്നത് കേട്ടോ. അനേർട്ടിന്റെ പൂർണ്ണരൂപം നിങ്ങളുടെ കമന്റ് സെക്ഷനിൽ ഉണ്ടാവും, നിങ്ങൾ നോക്കിയാൽ മതിയാവും കേട്ടോ. ശരി, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ആളിലേക്ക് പോവാം. അടുത്തത് ശ്രീ K മുരളീധരൻ. ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആരോഗ്യമുണ്ട്, പിന്നെ ആയുഷുണ്ട്. ആരോഗ്യവുമുണ്ട്, ആയുഷും ഇദ്ദേഹമാണ് കൈകാര്യം ചെയ്യുന്നത്, അല്ലേ? പിന്നെ എന്തുണ്ട്? ദേവസ്വമുണ്ട്. ആരോഗ്യം, ആയുഷ്, ദേവസ്വം, അല്ലേ? K മുരളീധരൻ. ആരോഗ്യം എന്ന് പറയുമ്പോൾ ആരോഗ്യമുണ്ടെങ്കിലും ആയുസ് ഉണ്ടെങ്കിലും ദൈവത്തെ വിളിച്ചിരിക്കുന്നവരുണ്ട്, അല്ലേ? ആരോഗ്യം, ആയുസ് എന്ന് പറഞ്ഞാൽ ആയുഷ്. ആയുഷ് എന്ന് വെച്ചാൽ ആയുർവേദ, യുനാനി, സിദ്ധ ആൻഡ് ഹോമിയോപ്പതി എന്നാണ് ആയുഷിന്റെ പൂർണ്ണ രൂപം. അപ്പൊ ആരോഗ്യം, ആയുഷ്, ദേവസ്വം. K മുരളീധരനാണ്. നെക്സ്റ്റ് ആണ് ശ്രീ AP അനിൽകുമാർ. മന്ത്രി AP അനിൽകുമാർ ആണ്. ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് റവന്യൂ. അതാണ് പ്രധാനമായി ഓർത്തു വെക്കേണ്ടത്, റവന്യൂ കേട്ടോ. അനിൽകുമാർ റവന്യൂ, അനിൽകുമാർ റവന്യൂ, അനിൽകുമാർ
റവന്യൂ. അനിൽകുമാർ റവന്യൂ ആണ്. റവന്യൂ അനിൽകുമാർ. ഓക്കെ. അപ്പൊ അടുത്ത മന്ത്രിയിലേക്ക് നമ്മൾ പോവുകയാണ്. PC വിഷ്ണുനാഥ് അല്ലേ? കുണ്ടറയാണ് ഇദ്ദേഹത്തിന്റെ മണ്ഡലം. ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് ടൂറിസം, ഓർത്തു വെക്കാമെന്നാണ്. പിന്നെ കൾച്ചർ, പിന്നെ ടൂറിസം, കൾച്ചർ, പിന്നെ ചലച്ചിത്രം, ഫിലിം ഡെവലപ്മെന്റ്, പിന്നെ ഉള്ളതാണ് ചലച്ചിത്ര അക്കാദമി, കൾച്ചറൽ വെൽഫെയർ. അപ്പം ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്നതാ ടൂറിസം ഉണ്ട്, സിനിമയുണ്ട്, കൾച്ചറുണ്ട് അല്ലേ? ടൂറിസം ഉണ്ട്, സിനിമയുണ്ട്, കൾച്ചറുണ്ട്. നോക്കൂ, PC വിഷ്ണുനാഥ് ചെറുപ്പക്കാരനല്ലേ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ടൂറിസം എന്നവിടെ ഓർത്തിരിക്കാമല്ലോ. ടൂറിസം ചെറുപ്പക്കാർക്ക് താല്പര്യമുള്ള മറ്റൊരു മേഖലയാണ് സിനിമ അല്ലേ? ടൂറിസം, സിനിമ, പിന്നെ ഏതാ? കൾച്ചർ. അതുകൂടെ ഓർത്താൽ മതി. ടൂറിസം, സിനിമ, കൾച്ചർ. ആര്? PC വിഷ്ണുനാഥാണ്. അടുത്തത് ശ്രീ M ലിജു. ഇദ്ദേഹത്തിന്റെ മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ ഇത് കായംകുളമാണ് ഇദ്ദേഹത്തിന്റെ മണ്ഡലം. ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് ഏതാണ്? സഹകരണവും കോഓപ്പറേഷനും എക്സൈസുമാണ്. സഹകരണവും എക്സൈസും കൈകാര്യം ചെയ്യുന്ന ആരാണ്? ശ്രീ M ലിജു ആണ്. അപ്പൊ അത്രയും മന്ത്രിമാരായി. നെക്സ്റ്റ് ആളിലേക്ക് പോവുകയാണ്. ശ്രീ റോജി M ജോൺ. ശ്രീ റോജി M ജോൺ. ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട പേര്, ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്ന ഏതാണ്? ഉന്നത വിദ്യാഭ്യാസം എന്നുള്ളതാണ് കേട്ടോ. ഉന്നത വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന ആരാണ്? റോജി M ജോൺ ആണ്. ഉന്നത വിദ്യാഭ്യാസം. നെക്സ്റ്റ് ശ്രീ T സിദ്ദിഖ്. ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് അഗ്രികൾച്ചർ, കൃഷി. കൃഷി വകുപ്പ് ആരാണ്? T സിദ്ദിഖാണ് കൈകാര്യം ചെയ്യുന്നത്. കൃഷി വകുപ്പ് T സിദ്ദിഖാണ് കൈകാര്യം ചെയ്യുന്നത്. അടുത്ത ആളിലേക്ക് പോവുകയാണ്. അടുത്തതാണ് 2 വനിതാ മന്ത്രിമാരാണ് ഈ മന്ത്രിസഭയിലുള്ളത്. KA തുളസി, ബിന്ദു കൃഷ്ണ. ഇവിടെ KA തുളസി കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് SC/ST ഡെവലപ്മെന്റ് ഓഫ് അല്ലെ, പട്ടികജാതി പട്ടികവർഗ വികസനം, അതുപോലെ പിന്നോക്ക വികസനം. പട്ടികജാതി പട്ടികവർഗ വികസനം, അതുപോലെ പിന്നോക്ക വികസനം കൈകാര്യം ചെയ്യുന്ന ആരാ? KA തുളസിയാണ്. ബിന്ദു കൃഷ്ണ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? തൊഴിലുണ്ട്, അനിമൽ ഹസ്ബൻഡറി ഉണ്ട്, പിന്നെ ഡയറി ഡെവലപ്മെന്റ് ഉണ്ട്, വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്, വനിതാ ശിശു വികസനമുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ഇങ്ങനെ ഓർക്കാം, വനിതാ ശിശു വികസനം ഇങ്ങനെ ഓർത്തു കഴിഞ്ഞാൽ വനിതകൾക്ക് എന്താവശ്യമാണ്? തൊഴിൽ ആവശ്യമാണ് അല്ലേ? കുട്ടികൾക്ക്, ശിശുക്കൾക്ക് എന്താവശ്യമാണ്? പാല് കൊടുത്താറുണ്ട് അല്ലേ? ഡയറി ഡെവലപ്മെന്റ്. ഇതെന്ത് ചെയ്യാം? ഒരുമിച്ച് ഓർക്കാം. ആര്? ശ്രീ ബിന്ദു കൃഷ്ണ. വനിതാ ശിശു വികസനം, തൊഴില്, പിന്നെ ഡയറി ഡെവലപ്മെന്റ്. ഇത് ഇത്രയും കൈകാര്യം ചെയ്യുന്ന ആരാണ്? ബിന്ദു കൃഷ്ണയാണ്. അപ്പൊ അടുത്ത മന്ത്രിയിലേക്ക് നമ്മൾ പോവുകയാണ്. ശ്രീ OJ ജനീഷ്. ശ്രീ OJ ജനീഷ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ചെറുപ്പക്കാരനാണ്. ഈ മന്ത്രിസഭയിലെ ഏറ്റവും ചെറുപ്പക്കാരനാണ് OJ ജനീഷ്. ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്ന ഏതാണ്? സ്പോർട്സ്, കായികം, യൂത്ത് അഫയേഴ്സ്, യുവജനകാര്യം. അപ്പൊ യുവജനകാര്യം, കായികം, ഇത് രണ്ടും OJ ജനീഷ്. യുവജനകാര്യം, സ്പോർട്സ്. പിന്നെ ഉള്ളത് ഏതാ? സൂവ്, മ്യൂസിയം, രജിസ്ട്രേഷൻ, പുരാവസ്തു, ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നതും ആര് തന്നെയാ? OJ ജനീഷ്. അപ്പൊ OJ ജനീഷ് എന്ന് പറയുമ്പോൾ യുവജനകാര്യം, സ്പോർട്സ്, പിന്നെ ഓർത്തു വെക്കേണ്ട എന്താ? സൂവ്, മ്യൂസിയം, പുരാവസ്തു വകുപ്പ്, ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് OJ ജനീഷ്. നെക്സ്റ്റ് ആണ് PK കുഞ്ഞാലിക്കുട്ടി. PK കുഞ്ഞാലിക്കുട്ടി നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞായിരുന്നു, ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് PK കുഞ്ഞാലിക്കുട്ടി. അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് നോക്കൂ, ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ്, അതായത് വാണിജ്യം, അതുപോലെ വ്യവസായം. വാണിജ്യം, വ്യവസായം, ഇൻഫർമേഷൻ ടെക്നോളജി, IT, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇത് ഓർത്തു വെച്ചോ, പരീക്ഷയ്ക്ക് വരാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. പിന്നെ ഏതാ? സ്റ്റാർട്ടപ്പ്, മൈനിങ് ആൻഡ് ജിയോളജി. അത് ഓർത്തു വെക്കാം, മൈനിങ് ആൻഡ് ജിയോളജി. ഹാൻഡ്ലൂം ആൻഡ് ടെക്സ്റ്ററി, കൈത്തറി. ഇത് ഇത്രയും കൈകാര്യം ചെയ്യുന്ന ആരാ? കൈത്തറിയും ടെക്സ്റ്റൈൽസും കേട്ടോ. ഇത്രയും കൈകാര്യം ചെയ്യുന്ന ആരാ? PK കുഞ്ഞാലിക്കുട്ടിയാണ്. അപ്പൊ ഇദ്ദേഹം വകുപ്പുകൾ ഏതൊക്കെയാ? വാണിജ്യം, വ്യവസായം.
പിന്നെ കൈത്തറി. ഈ കൈത്തറിയും ടെക്സ്റ്റൈൽസും നമ്മുടെ നാട്ടിൽ കാണുന്ന ഏറ്റവും വലിയ വ്യവസായമല്ലേ? അപ്പൊ കൈത്തറി, ടെക്സ്റ്റൈൽസ്, വാണിജ്യം, വ്യവസായം. IT-യും AI-യും ഒരുമിച്ച് ഓർക്കാം. മൈനിങ് ആൻഡ് ജിയോളജിയും കൂടെ ഒരുമിച്ച് ഓർത്താ പോരെ? മൈനിങ് ആൻഡ് ജിയോളജി. അപ്പൊ എന്തൊക്കെ പറഞ്ഞു? കൈത്തറി, കൈത്തറി ആൻഡ് ടെക്സ്റ്റൈൽസ്, വാണിജ്യം, വ്യവസായം, IT, AI, മൈനിങ് ആൻഡ് ജിയോളജി. ഇത്രയും ആരുടെയാണ്? PK കുഞ്ഞാലിക്കുട്ടിയാണ് കേട്ടോ. അപ്പൊ PK കുഞ്ഞാലിക്കുട്ടിയും കഴിഞ്ഞു. നമ്മൾ നേരെ അടുത്ത മന്ത്രിയിലേക്ക് പോവുകയാണ്. അടുത്തത് N ഷംസുദ്ദീൻ. ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് ഏത്? വിദ്യാഭ്യാസം കേട്ടോ. വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന ആരാണ്? N ഷംസുദ്ദീൻ ആണ്. വിദ്യാഭ്യാസം വളരെ പ്രധാനപ്പെട്ടതാണ്. വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്നത് N ഷംസുദ്ദീൻ ആണ്. നെക്സ്റ്റ് KM ഷാജി ആണ്. KM ഷാജി കൈകാര്യം ചെയ്യുന്നത് ഏതാണ് വകുപ്പാണ്? ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. അങ്ങനെ ഓർത്ത് വെക്കുന്നതായിരിക്കും എളുപ്പം. ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് നോക്കുക. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഇതെല്ലാം. അപ്പൊ തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് KM ഷാജി ആണ്. അപ്പൊ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഇവിടെ എന്താണ് ലോക്കലായി ഇഷ്ടം പോലെ കാണപ്പെടുന്ന ഒരു പേരാണ് എന്ത്? ഷാജി എന്ന് പറയുന്ന പേര് അല്ലെ? നമുക്ക് അങ്ങനെ ഓർത്തുവയ്ക്കാം. തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആരാണ്? KM ഷാജി ആണ്. അടുത്ത ആളിലേക്ക് പോവാം. ശ്രീ PK ബഷീർ. ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് ഏത്? PWD, പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന ആരാ? PK ബഷീർ ആണ് കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് ആണ് ഏത്? VE അബ്ദുൾ ഗഫൂർ. അദ്ദേഹം കൈകാര്യം ചെയ്യുന്നതാണ് ഫിഷറീസും അതുപോലെ സോഷ്യൽ ജസ്റ്റിസും, സാമൂഹിക നീതിയും. ഫിഷറീസ് അതുപോലെ സോഷ്യൽ ജസ്റ്റിസ് കൈകാര്യം ചെയ്യുന്ന ആരാ? അബ്ദുൾ ഗഫൂർ ആണ്. അടുത്തത് മോൻസ് ജോസഫ് ആണ്. മോൻസ് ജോസഫ് കൈകാര്യം ചെയ്യുന്നത് ഏതൊക്കെയാണ്? മിനിസ്ട്രി ഓഫ് ഇറിഗേഷൻ, കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് അതോറിറ്റി, പിന്നെ ഗ്രൗണ്ട് വാട്ടർ ഡെവലപ്മെന്റ്, വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്റേഷൻ ആൻഡ് ഹൗസിംഗ്. ഇത് കൃത്യമായിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഏതൊക്കെയാ? ജലസേചനവുമുണ്ട്, പിന്നെ ഏതുണ്ട്? ഭവന നിർമ്മാണവുമുണ്ട് കേട്ടോ. ജലസേചനവുമുണ്ട്, ഭവന നിർമ്മാണവും. ആരുടെയാ? മോൻസ് ജോസഫിന്റെ ആണ് അല്ലേ? അപ്പൊ നമുക്ക് ജസ്റ്റ് ഓർത്തിരിക്കാം. മോനെന്നല്ലേ പേര്? മോനിപ്പ് എന്ത് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? വെള്ളം അടിച്ച് വീട്ടിൽ കിടപ്പുണ്ട് എന്ന് പറയത്തില്ലേ? അപ്പം ആ രീതിയിൽ ഓർത്തു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ശ്രീ മോൻസ് ജോസഫിന്റെ വകുപ്പുകൾ ഓർത്തിരിക്കാനായിട്ട് ജലസേചന വകുപ്പും ഭവന നിർമ്മാണവും ഓർത്തിരിക്കാം. നെക്സ്റ്റ് ആണ് ശ്രീ അനൂപ് ജേക്കബ് കൈകാര്യം ചെയ്യുന്ന വകുപ്പ് മിനിസ്ട്രി ഓഫ് ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ്, കൺസ്യൂമർ അഫയേഴ്സ്, ലീഗൽ മെട്രോളജി. 3 കാര്യങ്ങളാണ്. ലീഗൽ മെട്രോളജി എന്നുള്ളത് അവിടെ ഓർത്തു വെച്ചാൽ ലീഗലായിട്ട് ഇപ്പോൾ ഉള്ള കൺസ്യൂമറിന് എവിടെ പോവാം? ഉപഭോക്താവിന് എവിടെ പോവാം? സിവിൽ സപ്ലൈസിൽ പോയി എന്ത് മേടിക്കാം? ഫുഡ് മേടിക്കാം കേട്ടോ. ലീഗൽ മെട്രോളജി, കൺസ്യൂമർ അഫയേഴ്സ്, സിവിൽ സപ്ലൈസ്, പിന്നെ ഫുഡ്, ഭക്ഷ്യവകുപ്പ്. ഇത്രയും കൈകാര്യം ചെയ്യുന്ന ആരാ? ശ്രീ അനൂപ് ജേക്കബ് ആണ്. നെക്സ്റ്റ് അടുത്ത മന്ത്രിയിലേക്ക് പോവുകയാണ്. ശ്രീ ഷിബു ബേബി ജോൺ. അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് വനം വന്യജീവിയാണ്. വളരെ പ്രധാനപ്പെട്ടത് ഓർത്തു വെക്കേണ്ടത്. വനം വന്യജീവി സംരക്ഷണമുണ്ട്. അപ്പൊ ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്നതാണ് വനം വന്യജീവി സംരക്ഷണം. പിന്നെ സ്കിൽ ഡെവലപ്മെന്റ്, നൈപുണ്യ വികസനം, അതും ഷിബു ബേബി ജോണിന്റെ വകുപ്പാണ്. പിന്നെ നമ്മുടെ പ്രിയദർശിനി പദ്ധതിയൊക്കെ നടപ്പിലാക്കിയ ഗതാഗത മന്ത്രി ശ്രീ CP ജോൺ ആണ് ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. CP ജോൺ ആണ്. അപ്പം ഇത്രയുമാണ് പ്രധാനപ്പെട്ട 21 മന്ത്രിമാർ. പ്രധാനപ്പെട്ടതല്ല, ആകെ 21 മന്ത്രിമാർ ഇവരൊക്കെ തന്നെയാണ്. ഈ 21 മന്ത്രിമാരുടെ വകുപ്പുകൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. കൃത്യമായി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നിന്നുള്ള മാർക്ക് നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ശ്രദ്ധിച്ചേ. അപ്പോൾ നമ്മൾ തുടങ്ങിയത് എവിടെയാണ്? നമ്മൾ തുടങ്ങിയത് നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 ബന്ധപ്പെട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ ആരംഭിച്ചത്. അപ്പോൾ ഈ ഒരു ക്ലാസ് തന്നെ ഏകദേശം 10-25ഓളം മിനിറ്റുകൾ ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ 25 മിനിറ്റോളം വരുന്ന ഈ ക്ലാസ്സിനകത്ത് ഇനി ബുക്കർ പുരസ്കാരവും കൂടെ പറഞ്ഞ് ക്ലാസ്സുകൾ നീട്ടുന്നില്ല. അപ്പം
പകരം അടുത്തൊരു ക്ലാസ് ആയിട്ട് ബുക്കർ പുരസ്കാരവും ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരവും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്തൊരു ക്ലാസ്സിലേക്ക് ഞാൻ വന്നോളാം. അപ്പൊ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നമ്മുടെ കൂടെ കൂടാവുന്നതാണ്. ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കമന്റ് സെക്ഷനിൽ നൽകിയിരിക്കാം. ആ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നെടുത്ത ആ ക്ലാസ്സിന്റെ നോട്ട്സും അതുപോലെ തന്നെ മുന്നോട്ട് പോൾ ക്വസ്റ്റ്യൻ അതായത് മുൻവർഷ ചോദ്യങ്ങളുണ്ടല്ലോ, മുൻവർഷ ചോദ്യങ്ങളെ നിങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ പരിചയപ്പെടാൻ പറ്റുന്നത് ടെലഗ്രാമിലൂടെയാണ്. കാരണം നമുക്കതിനെ ചോദ്യവും പോളുമായും നിങ്ങളുടെ മുന്നിലേക്ക് ടെലഗ്രാം ചാനലിലൂടെ എത്തിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ആരംഭിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഓരോ മുൻവർഷ ചോദ്യവും, കുറച്ച് ചോദ്യങ്ങൾ ഓൾറെഡി ടെലഗ്രാം ചാനലിൽ കിടപ്പുണ്ട്. അതുകൂടാതെ ഇനി കൂടുതൽ ചോദ്യങ്ങൾ നമ്മളിങ്ങനെ ആഡ് ചെയ്ത് തരും. മുൻവർഷ ചോദ്യങ്ങൾ ഓരോന്നായിട്ട് പോളിലൂടെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്തൊക്കെയാണ് മാർക്ക് കിട്ടുന്നത് അറിയാത്ത ചോദ്യങ്ങൾ ഒരുപാട് കാണും. അങ്ങനെ മുൻവർഷ ചോദ്യങ്ങൾ പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ചെറിയ ശ്രമം ടെലഗ്രാമിലൂടെ ഞങ്ങൾ നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പം അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. വീണ്ടും മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി.